മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർക്കഥയായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പലപ്പോഴും സ്ത്രീകളുടെയും അതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെയും കുട്ടികളുടെയും ഒക്കെ അവകാശങ്ങളുടെ മേൽ വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളാകുമ്പോൾ അത് ഡീൽ ചെയ്യാൻ മാത്രം ചിലപ്പോഴും നമുക്കൊരു പ്രാപ്തി കൈവരിച്ചിട്ടില്ലെന്ന് നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള നീതി നിഷേധത്തിന് എല്ലാ കാലത്തും വിധേയരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. കടുത്ത നിയമ ലംഘനങ്ങളാണ് പലപ്പോഴും അവർക്കെതിരെ ഉണ്ടാവാറുള്ളത്. അവരുടെ മാനസികവും അതേപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള പല മൗലിക അവകാശങ്ങളും ഭൂരിഭാഗം വരുന്ന പൊതുസമൂഹത്തിന്റെ മുൻപിൽ പലപ്പോഴും ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ലംഘനത്തിന്റെ ഭാഷയിലൊക്കെയാണ് ഡീൽ ചെയ്യപ്പെടാറുള്ളത്. കടുത്ത വേദനകളിലൂടെയും വിവേചനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള പല ആളുകളും കടന്നു പോകുന്നത്. എന്നിട്ടും പല ആളുകളും ഇപ്പോഴുള്ള പല പൊസിഷനിലേക്കും ഉയർന്നു വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ തന്നെയാണ്. സമൂഹത്തിൻ്റെ ഒന്നും ഒരു സപ്പോർട്ട് പലപ്പോഴും ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഉയർന്നു വന്ന പലർക്കും കിട്ടിയിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ലാത്തത് തന്നെയാണ്. ഈ കടുത്ത നിയമപരമായിട്ടുള്ള അവഗണനകളിൽ കൂടി വളർന്നു വന്നിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് അവരുടെ പരാതികൾ ഇനി എത്രയും വേഗം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരാതി പരിഹാര ഓഫീസറെ നിയമിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള മുന്നേറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള LGBTIQ പെടുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളും. അതേപോലെ തന്നെ ഇതിനകത്ത് ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും ഉള്ള ആളുകളാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നത്. പൊതുസമൂഹത്തിന് പലപ്പോഴും ഈ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയെ പറ്റിയിട്ട് സംശയം ഉണ്ടായിരിക്കാം. വളരെ സിമ്പിളായിട്ട് തുടക്കത്തിലൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, പുരുഷനായിട്ട് ജനിക്കുകയും അതായത് പുരുഷനായിട്ടുള്ള ലിംഗത്തിൽ ജനിക്കുകയും അങ്ങനത്തെ രീതിയിൽ അതിൻ്റെ സെക്സ് അങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും എന്നാൽ പിന്നീട് തൻ്റെ ജെൻഡർ വേറെ ഒരു ജെൻഡർ ആണെന്ന് മനസ്സിലാക്കുകയും ആ രീതിയിൽ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളെ ട്രാൻസ് വുമൺ എന്നും അതേപോലെ തന്നെ ഫീമെയിൽ ആയിട്ടുള്ള ജെനിറ്റൽ ഓർഗൻസോട് കൂടി ജനിച്ച് അതേപോലെ തന്നെ അങ്ങനെ അവരുടെ സെക്സ് ഐഡന്റിഫൈ ചെയ്ത ശേഷം ജെൻഡർ പുരുഷൻ്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ചികിത്സ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി കൊണ്ടായിരിക്കും അങ്ങനെ തിരിച്ചറിയുകയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകളെയാണ് പൊതുവെ നമ്മൾ ട്രാൻസ് മെൻ എന്നൊക്കെ വിളിക്കുന്നത്. ജസ്റ്റ് എന്താണ് ട്രാൻസ് മെൻ ട്രാൻസ് വുമൺ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള സെക്സ് അതല്ല മറ്റൊരു സെക്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ മൊത്തത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ഇവരുടെ ഈ ഐഡന്റിറ്റിയിലേക്കുള്ള എത്തിപ്പെടൽ എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളോടെ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ലിറ്ററലി പറയാം. പലപ്പോഴും ഇവരുടെ ഈ വഴി എന്ന് പറയുന്നത് വളരെ വലിയ ചൂഷണങ്ങൾക്കും അതേപോലെ തന്നെ അവഹേളനങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും ഒക്കെ വിധേയരായിട്ടാണ് ആ വഴി അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. കടുത്ത മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് പല ആളുകളും അവരുടെ ഈ ജെൻഡർ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി കടക്കുമ്പോൾ അവർ അനുഭവിച്ചു പോകുന്നത്. ഇങ്ങനെ സാമൂഹികപരമായിട്ടുള്ള അവഗണനകളുടെ ഒപ്പം തന്നെ പലപ്പോഴും നിയമപരിരക്ഷയും ഇവർക്ക് നഷ്ടപ്പെടാറുണ്ട്. ആ കാര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ, അതായത് നിയമപരിരക്ഷ എന്ന കാര്യത്തിൽ അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കിട്ടുന്നതിന് വേണ്ടി സമയബന്ധിതമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഒരു പരാതി പരിഹാര ഓഫീസറെ നിർമ്മിക്കാൻ ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശസ്തനാർഹം തന്നെയാണ് ഈ ഒരു തീരുമാനം. ഇത് സംബന്ധിച്ച് ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമൂഹത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ പലപ്പോഴും നീതി നിഷേധിക്കുന്ന ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ പരാതി പരിഹാരത്തിനായിട്ട് ഓഫീസറെ നിയമിക്കാൻ ഇപ്പോൾ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും മറ്റും വളരെ വലിയ നീതി നിഷേധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കഥകളൊക്കെ പലതും നമ്മൾ കേൾക്കുന്നതുമായിരിക്കാം. അതുകൊണ്ടുകൂടിയായിരിക്കാം ഇത്തരത്തിലൊരു ഓഫീസിനും അതായത് ഓഫീസറെയും നിയമിക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം 2019 വ്യവസ്ഥകളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പരാതിയോ ഇവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് നേരെ ചെന്നിട്ട് ഈ പരിഹാര ഓഫീസറുമായി ബന്ധപ്പെട്ട് പരാതി നൽകാവുന്നതാണ്.
ഇങ്ങനെ ഈ ട്രാൻസ് വ്യക്തികളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകളിലും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളിലെ വകുപ്പ് മേധാവികളുടെ ഓഫീസിലും അവരുടെ ഉപ ഓഫീസുകളിലും പരാതി പരിഹാര ഓഫീസറെ നിയമിക്കണമെന്നാണ് ഇപ്പോൾ ഈ നിർദ്ദേശത്തിൽ ഉള്ളത്. ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനത്തിലെയും സെക്കൻഡ് ലെവൽ ഓഫീസറെ പരാതി പരിഹാര ഓഫീസറായി നിയമിക്കണമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ പരാതികൾ കിട്ടുകയാണെങ്കിൽ പരാതി സ്വീകരിച്ചിട്ട് രസീത് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഈ റിപ്പോർട്ട് പരിശോധിച്ച് മേധാവി 15 ദിവസത്തിനുള്ളിൽ തന്നെ പരാതി തീർപ്പാക്കി നൽകണം എന്നതാണ് ഇപ്പോൾ ഈ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിലുള്ളത്. അതേപോലെ തന്നെ ഈ തീർപ്പാക്കിയിട്ടുള്ള പരാതികളിൽ എന്തെങ്കിലും അതൃപ്തി ഈ പരാതി നൽകിയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വകുപ്പ് മേധാവിയെ വീണ്ടും കണ്ടിട്ട് അപ്പീൽ നൽകാനുള്ള ഒരു നിയമവ്യവസ്ഥയും ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പീൽ ലഭിക്കുകയാണെങ്കിൽ അത് വകുപ്പ് മേധാവി പരിഹരിക്കുകയും നിയമ നടപടികൾ ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തീർന്നില്ല, ഇതുമാത്രമല്ല, പരാതി പരിഹാര ഓഫീസർക്ക് ലഭിച്ച പരാതികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വാർഷിക റിപ്പോർട്ടിൽ ഓരോ വകുപ്പ് മേധാവിയും സാമൂഹ്യ വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒറ്റയ്ക്കല്ലെന്നും ഗവൺമെന്റ് കൂടെ ഉണ്ടെന്നുമുള്ള ഒരു വിശ്വാസമാണ് ഇത്തരത്തിലുള്ള നിയമ പരിരക്ഷകൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള ജനതയ്ക്ക് നൽകുന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പരാതികൾ ഏത് സിറ്റിസണെയും പോലെയും അതിവേഗം പരിഹരിക്കുമെന്ന് നമുക്കും ആഗ്രഹിക്കാം.